ഒരു രാജ്യത്ത് യുദ്ധം നടക്കുമ്പോഴത്തേനും രാജ്യം 30 വർഷം പുറകോട്ടാണ് സഞ്ചരിക്കുന്നത്. ഒരിക്കലും നമ്മൾ യുദ്ധത്തെ എന്താണ് ഇത് മീഡിയാസൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് അതിർത്തിയിൽ പൂരം നടക്കുന്ന പോലെയാണ് ഇത് കണക്ക് പ്രമോട്ട് ചെയ്ത് വിടുന്നത്. പക്ഷെ അതല്ല, നമ്മളത് കാര്യം മനസ്സിലാക്കി നമ്മൾ പറയണം. അങ്ങനെ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. കാരണം എന്താ പറയുന്നത്, എനിക്കതിൽ ഭയങ്കര സങ്കടമാണ് വരുന്നത്. ഇന്നലെ തന്നെ ഞാൻ ന്യൂസ് കേൾക്കുമ്പോൾ അതവർ പറയുന്നത് ഇങ്ങനെ ക്രിക്കറ്റിൻ്റെ കമൻട്രി പോലെ അവർ പറയുന്നത്. അത് മനുഷ്യ ജീവിതങ്ങളാണ് അവിടെയും പോണത് ഇവിടെയും പോണത്. അതുകൊണ്ട് അതിന് ഒരു തീർപ്പ് പോലെ വരുമ്പോഴത്തേക്കും നിർത്തണം. അല്ലാതെ നീണ്ടു നീണ്ട് പോയി കഴിഞ്ഞാൽ വർഷങ്ങൾ നീളും, നമുക്കും ദാരിദ്ര്യം ഉണ്ടാവും, മറ്റൊരുത്തനും അതുപോലെ ഉണ്ടാവും. അതുകൊണ്ടൊരു സമീപനമാണ് നല്ലത്. ഇതൊരു ആഘോഷമാക്കി കഴിഞ്ഞാൽ എത്ര ദിവസത്തേക്ക്? ഭീകരരെ അടിച്ചൊതുക്കുന്ന രീതിയിൽ തന്നെ വേണമെന്ന് ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഭീകരമായ യുദ്ധമായി മാറുന്നതിൽ തീർച്ചയായിട്ടും ഒരു വിഷമമുണ്ട്. കാരണം എല്ലായിടത്തും യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായാലും കുറച്ചെങ്കിലും ഒരു നിരപരാധികൾ അതിൽ കൊല്ലപ്പെടും. അതെ, അത് തോന്നിയിട്ടുണ്ട്. എല്ലാവരും അതിനെ ഒരു വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ, കാരണം പുതിയ തലമുറയ്ക്ക് അങ്ങനത്തെ ഒരു സന്ദേശം കൊടുക്കുന്നത് തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ട്. ഈ യുദ്ധം എന്ന് പറയുന്ന സംഭവം ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തത് അവിടുത്തെ ആൾക്കാരെയും കുഞ്ഞു മക്കളെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനൊക്കെ കുറിച്ചൊന്ന് ആലോചിച്ചാൽ നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ തോന്നുക തന്നെയില്ല. സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ലല്ലോ യുദ്ധം. സോ ബേസിക്കലി അത് മനുഷ്യരുടെ ജീവനാണ് അഫക്റ്റ് ചെയ്യുന്നത്. സോ അതെല്ലാം നോക്കിയിട്ട് ഒരു തീരുമാനം എടുക്കാം, അതേ ഉള്ളൂ.